ആഗ്രഹിക്കുന്നുമില്ല. ഇത്രയും വേഗം ആ ബന്ധം ഒഴിഞ്ഞു പോവാൻ വേണ്ടിയാ ഷോപ്പ് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അല്ലാതെ മതിയടി, നിർത്ത്. നീ എന്റെ മുമ്പിൽ അങ്ങനെ ശീലാവതി എന്ന് ചമയണ്ട. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടി. ഇത്തവണ ഇന്ദ്രന്റെ ഭാഗത്തും ചെറിയൊരു തെറ്റ് സംഭവിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി എന്റെ കുടുംബത്തിനെതിരെ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഈ സുശീല ഇതുപോലെ ആയിരിക്കില്ല ഇങ്ങോട്ട് വരുന്നത്, പറഞ്ഞേക്കാം. ഇന്ദ്രേട്ടൻ വീണ്ടും എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചല്ലോ ഭാനുമ്മേ. മോളെ, സുശീല പറഞ്ഞത് നീ മുഴുവനായും വിശ്വസിക്കല്ലേ. കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. എന്റെ മോളെ വീട്ടിൽ കയറ്റാതെ ഇറക്കി വിട്ടിട്ട് ഈ സ്ത്രീ എന്തിനാ ഇങ്ങോട്ട് വരുന്നു? സുധേട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താ പ്രഭേ? ദേ, നിങ്ങളുടെ സുശീല ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നുണ്ട്. എനിക്ക് ചൊറിഞ്ഞു വരുവോ? നീ നടങ്ങ്, എന്താ നോക്കാം. ഭാര്യയും ഭർത്താവും എനിക്കെതിരെ കുശൂശിക്കൊന്നും വേണ്ട. സുശീലയ്ക്ക് എന്തും മുഖത്ത് നോക്കി ചോദിച്ചാ ശീലം. നീ ചോദിക്കാമെന്നാണെങ്കിൽ ചോദിക്ക സുശീലേ, എന്താ നിനക്കറിയേണ്ടത്? നീയാണോ സുധ നിന്റെ മകളെ എന്റെ വീട്ടിലെത്തിക്കാൻ വേറൊരുത്തിക്ക് കൊട്ടേഷൻ കൊടുത്തത്? അങ്ങനെ കൊടുക്കുന്നെങ്കിലേ അതിന് പ്രാപ്തിയുള്ളവർക്ക് കൊടുക്കണം. നിനക്ക് നിന്റെ മോൾക്കും വേറെ ആരെയും കിട്ടിയില്ലേ സുധ? ആനന്ദമാഷിന്റെ മകളെ ഞാൻ പണ്ട് എന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ. എന്റെ തനിക്കുണോ അനുപമയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഇവിടെ അവൾ അങ്ങോട്ട് തള്ളിവിട്ടത് നിന്റെ മകളെ ഞാൻ ഇറക്കി വിടുന്നത് കണ്ട് അവൾക്കും കൂടി രസിക്കാനല്ലടാ സുധ. അതിന് ആ രസം കാണാൻ അനുചേച്ചി അവിടെ ഉണ്ടായില്ലല്ലോ. കണ്ട് രസിച്ചത് സോനയും സത്യേട്ടനും അല്ലേ? അനുചേച്ചി എനിക്ക് പറഞ്ഞു തന്ന മാർഗം 100% ശരിയായിരുന്നു. ഞാനതിൽ ജയിക്കുകയും ചെയ്തിരുന്നു. എന്നെ തോൽപ്പിച്ചതേ സത്യേട്ടനാ. അവനെ നിന്നെ തോൽപ്പിച്ചതല്ലടി, രക്ഷിച്ചതാ. എന്റെ സ്വഭാവം എന്റെ മോന് നന്നായിട്ട് അറിയാം. എന്റെ വീട്ടിൽ എന്റെ സമ്മതമില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോടി? എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നിന്നേക്കാൾ മുൻപേ വന്ന അനുപമയ്ക്ക് പറ്റിയിട്ടില്ല. പിന്നാണോ നീ? നിന്റെ ബുദ്ധി തെളിഞ്ഞപ്പോ ആ ബുദ്ധി അനുപമ ഊതിക്കെടുത്തുകയാ ചെയ്തത്.